മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന അപ്ലിക്കേഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പാർട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ആപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗിൽ വരുന്ന ബാക്കിയുള്ള എല്ലാ ആപ്ലിക്കേഷൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3 ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് 4ാമത്തെ ആപ്ലിക്കേഷനാണ് ഓപ്പറേറ്റ് ഓർ ഷട്ട് ഡൗൺ ഡിസിഷൻ എന്ന് പറയുന്നത്. അതായത് ചില ഘട്ടങ്ങളിൽ നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫേം താൽക്കാലികമായി പൂട്ടി വെക്കേണ്ട അവസ്ഥ വരും. ഓക്കെ, അതായത് അങ്ങനെ വരുന്ന എന്താണ്, എന്തെങ്കിലും ഒരു ബിസിനസ് ഭയങ്കര കോമ്പറ്റീഷൻ വരുന്നു, കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ ആ ഒരു സീസണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ സ്ഥാപനം പൂട്ടേണ്ടതായിട്ട് വരും. ഇത്തരത്തിൽ നമ്മൾ സ്ഥാപനം പൂട്ടണമോ പൂട്ടാതിരിക്കണമോ എന്ന തീരുമാനം എടുക്കാനും നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്കിനെ അപ്ലൈ ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്തരം കേസിൽ ബിസിനസ് സ്ഥാപനം പൂട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റിനെ 2ആയിട്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അതായത് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കോസ്റ്റും ഉണ്ടാവും, അതേപോലെ തന്നെ അൺഅവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു കോസ്റ്റും ഉണ്ടാവും. അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനം പൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടാത്ത എക്സ്പെൻസുകളെയാണ്, ഫിക്സ്ഡ് എക്സ്പെൻസിനെയാണ് നമ്മൾ അവോയ്ഡബിൾ എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് സാലറി ഓഫ് ടെമ്പററി വർക്കേഴ്സ്, നമ്മുടെ സ്ഥാപനം പൂട്ടുന്നതാണെങ്കിൽ എന്ത് ചെയ്യും, ടെമ്പററി വർക്കേഴ്സിനെ നമ്മൾ പിരിച്ചുവിടും. അപ്പോൾ നമുക്ക് സാലറി കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത്തരത്തിൽ വരുന്ന അല്ലെങ്കിൽ സെയിൽസ്മാൻ അങ്ങനെയുള്ള ആളുകളൊക്കെ സാലറിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതേപോലെയുള്ള കോസ്റ്റുകൾ. ഇനി അൺഅവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നമ്മുടെ സ്ഥാപനം പൂട്ടിയാലും നമ്മൾ നിർബന്ധമായും കൊടുക്കേണ്ട എക്സ്പെൻസുകളെ നമുക്ക് അൺഅവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മളൊരു ബിൽഡിംഗ് റെൻറ്റിന് എടുത്തതാണെങ്കിൽ ഒരു നിശ്ചിത കാലയളവിലേക്കാണ് നമ്മൾ ബിൽഡിംഗ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാലയളവിൽ നമ്മൾ റെൻറ്റ് എന്തായാലും കൊടുക്കേണ്ടതായിട്ട് വരും. അതേപോലെ പെർമനൻറ്റ് വർക്കേഴ്സിനെ നമുക്ക് പെട്ടെന്ന് പിരിച്ചുവിടാൻ പറ്റൂല, അവർക്ക് സാലറി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ എന്താണ്, അൺഅവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന രൂപത്തിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനം പൂട്ടുകയാണെങ്കിൽ അങ്ങനെ പൂട്ടുന്ന സമയത്ത് ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കോസ്റ്റ് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. അതായത് ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഷട്ട് ഡൗൺ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥാപനം പൂട്ടിയാലും നമുക്ക് വേണ്ടി വരുന്ന ചിലവും അതേപോലെ തന്നെ റീ ഓപ്പണിങ്ങിന് വേണ്ടി നമ്മൾ ചിലവാക്കേണ്ട കുറച്ച് ചിലവുണ്ടാവും. ഓക്കെ, ഇത്തരത്തിലുള്ള കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഷട്ട് ഡൗൺ കോസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഷട്ട് ഡൗൺ ഡിസിഷൻ എടുക്കണമോ എടുക്കാതിരിക്കണമോ എന്നുള്ളത് തീരുമാനം എടുക്കാൻ വേണ്ടി നമ്മൾ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കണ്ടെത്തേണ്ടതായിട്ട് വരും. അതായത് ഷട്ട് ഡൗൺ പോയിന്റ് യൂണിറ്റ്സിൽ കണ്ടെത്താനുള്ള ഇക്വേഷനാണ് നെറ്റ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. റുപ്പീസിലാണെങ്കിൽ ഷട്ട് ഡൗൺ പോയിന്റ് റുപ്പീസ് ഈസ് ഈക്വൽ ടു നെറ്റ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ എന്ന് വരും. അതായത് ഇവിടെ നെറ്റ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫിക്സ്ഡ് കോസ്റ്റിൽ നിന്നും അൺഅവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റും റീ ഓപ്പണിംഗ് കോസ്റ്റും മൈനസ് ചെയ്യുന്നു. അൺഅവോയ്ഡബിൾ നേരത്തെ നമ്മൾ പറഞ്ഞ കോസ്റ്റ്, അൺഅവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റും റീ ഓപ്പണിംഗ് കോസ്റ്റും മൈനസ് ചെയ്യുന്നു. അങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് നെറ്റ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റിൽ നിന്നും റീ ഓപ്പണിംഗ് കോസ്റ്റ് കുറച്ചാലും നമുക്ക് എന്ത് കിട്ടും, നെറ്റ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടും. ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. നമ്മൾ പ്രോബ്ലം ബേസ് ചെയ്തുകൊണ്ട് ഇതിനെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പറേറ്റ് ഓർ ഷട്ട് ഡൗൺ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്, ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കണ്ടെത്തും. ആ പോയിന്റ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരക്കും. അതേപോലെ നേരത്തെ പൂട്ടാതിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്ന മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും വരക്കും. അത് തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് തീരുമാനം നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് ഇതിനെ ഡിസ്കസ് ചെയ്യാം. ഡ്യൂ ടു അഡ്വേഴ്സ് മാർക്കറ്റ് കണ്ടീഷൻ, അതായത് മാർക്കറ്റിലെ മോശമായ കണ്ടീഷൻ കൊണ്ട് എ കമ്പനി ഈസ് എക്സ്പെക്റ്റഡ് ടു ഓപ്പറേറ്റ് 30% ഓഫ് ഇറ്റ്സ് കപ്പാസിറ്റി ഇൻ ദി ഫോർ കമ്മിങ് ഇയർ. വരാനുള്ള വർഷങ്ങളിൽ 30% കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ഫുൾ കപ്പാസിറ്റി ഈസ് 10,000 യൂണിറ്റ്സ്. ഇതിൻ്റെ മൊത്തം കപ്പാസിറ്റി എത്രയാണ്, 10,000 യൂണിറ്റ്സ് ആണ്. ഇപ്പം 30% കപ്പാസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 10,000 ആണ് ഫുൾ കപ്പാസിറ്റി. അതായത് 30%ലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എത്ര പ്രൊഡ്യൂസ് ചെയ്യും, 3,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിലവിൽ. സെല്ലിംഗ് പ്രൈസ് ഈസ് ₹25 പെർ യൂണിറ്റ്, വേരിയബിൾ കോസ്റ്റ് ₹18. ദി പ്രസൻറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് ദി ഫേം ഈസ് ₹60,000. If the firm shut down its operations, there will be a saving of 35,000. ഓക്കെ, 35,000 നമുക്ക് സേവിങ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇത് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അപ്പോൾ അൺഅവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 60,000ൽ നിന്നും 35,000 കുറച്ചാൽ കിട്ടുന്നതാണ് അൺഅവോയ്ഡബിൾ എന്ന് പറയുന്നത്.
ഓക്കെ, സേവിങ് ഓഫ് 35,000 ഫിക്സ്ഡ് കോസ്റ്റിൽ ഉണ്ടാകും. ഇൻ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 35,000 നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് അറ്റ് ദി സെയിം ടൈം ദി ഫേം ഹാസ് ടു ഇൻകർ അഡീഷണൽ എക്സ്പെൻസ് ഓഫ് ₹7,000 റീഓപ്പണിംഗ് ഇറ്റ്സ് ഓപ്പറേഷൻ റീഓപ്പണിംഗ് ഇറ്റ്സ് ഓപ്പറേഷൻ. ഈ ബിസിനസ് വീണ്ടും റീഓപ്പൺ ചെയ്യാൻ 7,000 കോസ്റ്റ് വരും എന്നുള്ളതാണ്. കാൽക്കുലേറ്റ് ഷട്ട് ഡൗൺ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അഡ്വൈസ് ദി കമ്പനി വെദർ ഇറ്റ് ഷുഡ് കണ്ടിന്യൂ ഓർ ഷട്ട് ഡൗൺ ഇറ്റ്സ് ഓപ്പറേഷൻ. ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യണമോ അല്ലെങ്കിൽ ഇത് ഷട്ട് ഡൗൺ ചെയ്യണമോ എന്നുള്ള തീരുമാനം എടുക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ ആദ്യം നമ്മൾ ഷട്ട് ഡൗൺ പോയിന്റ് കണ്ടെത്തണം. ഷട്ട് ഡൗൺ പോയിന്റ് കണ്ടെത്താൻ നമ്മൾ പറഞ്ഞത് നെറ്റ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്നുള്ള ഇക്വേഷനാണ്. ആദ്യം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നെറ്റ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ്. നെറ്റ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടെത്താൻ നമുക്കറിയേണ്ടത് എന്താണ്? അൺഅവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് അറിയണം. അൺഅവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ പറഞ്ഞു 60,000 നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ്, 35,000 അവോയ്ഡബിൾ ആണ് എന്ന് പറഞ്ഞാൽ 25,000 എന്ത് വരും? അൺഅവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് വരും. അപ്പോൾ നെറ്റ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടെത്താൻ നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റിൽ നിന്നും എന്ത് മൈനസ് ചെയ്യാം? ഈ അൺഅവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റും റീഓപ്പണിംഗ് കോസ്റ്റും മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 28,000 എന്ന് എന്ത് കിട്ടും? നെറ്റ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ്. അപ്പോൾ ഷട്ട് ഡൗൺ പോയിന്റിൻ്റെ ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു 28,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് 25 ആണ്, മൈനസ് വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 18 ആണ്. അപ്പോൾ നമുക്ക് 4,000 യൂണിറ്റ്സ് എന്ന് ഷട്ട് ഡൗൺ പോയിന്റ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ആദ്യം എക്സ്പെക്റ്റഡ് ലെവൽ എന്ന് പറയുന്നത് ഇവിടെ 3,000 യൂണിറ്റ്സ് നമ്മൾ പറഞ്ഞു 10,000 യൂണിറ്റ് ആണ് മാക്സിമം കപ്പാസിറ്റി. അതിൽ 30% കപ്പാസിറ്റിയിലാണ് ഫേം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 3,000 നമ്മളവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ 3,000 യൂണിറ്റ്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി ഷട്ട് ഡൗൺ പോയിന്റ് ആകുമ്പോൾ ഈ 4,000 ആണ്. അപ്പോൾ ഷട്ട് ഡൗൺ പോയിന്റിൽ വരുന്നത് 4,000നെയും നമ്മൾ കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ 4,000ഉം അവിടെ നമ്മൾ കാണിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോർമലി ചെയ്യുന്നത് പോലെ ചെയ്യുന്നു. ആദ്യം സെയിൽസ് കണ്ടെത്തുന്നു. സെയിൽസ് പെർ യൂണിറ്റ് സെയിൽസ് എത്രയാണ്? 25 ആണ്. അപ്പോൾ 25 ഇൻറ്റു എന്ത് കാണണം? 25 ഇൻറ്റു 3,000 കാണണം. 25 ഇൻറ്റു 3,000 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 75,000 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഇവിടെ 75,000 കൊടുത്തത്. ഇനി അടുത്ത 25 ഇൻറ്റു 4,000 കാണണം. അപ്പോൾ നമുക്ക് 1 lakh എന്ന് കിട്ടും സെല്ലിംഗ് പ്രൈസ്. ഇനി വേരിയബിൾ കോസ്റ്റ് അറ്റ് ₹18 ആണ്. അപ്പോൾ 18 ഇൻറ്റു 3,000. ഇനി അതേപോലെ തന്നെ 18 ഇൻറ്റു എന്ത് വരും? 4,000. അപ്പോൾ 54,000 72,000 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറച്ചാലാണ് എന്ത് കിട്ടുന്നത്? കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ കോൺട്രിബ്യൂഷൻ 21,000 അതേപോലെ 28,000 എന്ന് കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ കിട്ടും. ദെൻ ഇതിൽ നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് കുറക്കണം. പ്രസൻറ്റ് ലെവലിൽ ഫിക്സ്ഡ് കോസ്റ്റ് 60,000 ആണ്. ഇതിനെ മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്രയാണ്? 39,000 ലോസ് ആണ് കിട്ടുന്നത്. ഇനി ഷട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഏത് മാത്രമേ ഉണ്ടാവും? ഈ അൺഅവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റും റീഓപ്പണിംഗ് കോസ്റ്റും മാത്രമേ ഉണ്ടാവും. അപ്പോൾ 32,000 ആണ് അവിടെ ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നത്. അതായത് ബിസിനസ് പൂട്ടുന്നതാണെങ്കിൽ ഈ അൺഅവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റും 7,000 മാത്രമേ ഉണ്ടാവും. അപ്പോൾ 32,000. അപ്പോൾ 28,000 32,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 4,000 കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ബിസിനസ് നിലവിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ 39,000 നമുക്ക് ലോസ് ഉണ്ടാകും. ബിസിനസ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അവിടെ 4,000 ലോസ് മാത്രമേ ഉണ്ടാകും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെ ലോസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 35,000 ലോസിനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ 39 എന്നുള്ളത് ഇവിടെ എത്തുമ്പോഴേക്കും നമുക്ക് 35,000 കുറഞ്ഞ് 4,000 ലോസിലേക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യലാണ് നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ ഷട്ട് ഡൗൺ ചെയ്താണെങ്കിൽ ലോസിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ ഷട്ട് ഡൗൺ ഇഫ് ദി ഫേം ഷട്ട് ഡൗൺ ഇറ്റ്സ് ഓപ്പറേഷൻ ഇറ്റ് ക്യാൻ അവോയ്ഡ് ലോസ് ഓഫ് ₹35,000. ഓക്കെ, അതായത് 39,000 നിന്നും 4,000 കുറച്ചാൽ 35,000 ലോസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്? ഇവിടെ റെക്കമെൻഡ് ചെയ്യേണ്ടത് എന്താണ്? ഷട്ട് ഡൗൺ ചെയ്യലാണ് നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് 4ാമതൊരു അപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് 5ാമത്തെ ആപ്ലിക്കേഷനാണ് ആക്സെപ്റ്റിംഗ് ബൾക്ക് ഓർഡേഴ്സ്, അഡീഷണൽ ഓർഡേഴ്സ്, എക്സ്പോർട്ട് ഓർഡേഴ്സ് ആൻഡ് എക്സ്പ്ലോറിംഗ് ന്യൂ മാർക്കറ്റ്സ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ബൾക്ക് ഓർഡേഴ്സ് വരികയാണ്, അല്ലെങ്കിൽ അഡീഷണൽ ഓർഡർ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഓർഡർ അല്ലെങ്കിൽ പുതിയ മാർക്കറ്റ് നമ്മൾ കണ്ടെത്താൻ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ വേണ്ടി നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് അപ്ലൈ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇങ്ങനെ കിട്ടുന്ന ഓർഡർ നമുക്ക് പൊതുവേ കിട്ടുക എന്താണ്? മാർക്കറ്റ് പ്രൈസിന് ബിലോ ആയിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ വരും നമ്മൾ മാർജിനൽ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് തീരുമാനം എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഇവിടെയും വരക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം.
The Himalaya Snow Company manufactures and sell direct to consumers 10,000 jars. അതായത് ജാറ് 10,000 ജാറാണ് പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്യുന്നത്. ഓഫ് ഹിമാലയ സ്നോ പെർ മന്ത് അറ്റ് ₹12.5 പെർ ജാർ. ദി കമ്പനീസ് നോർമൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ഈ കമ്പനിയുടെ നോർമൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയാണ്? 20,000 ജാർസ് ഓഫ് സ്നോ പെർ മന്താണ്. ആൻ അനാലിസിസ് ഓഫ് കോസ്റ്റ് ഫോർ 10,000 ജാർ, 10,000 ജാർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അനാലിസിസ് ആണ് നമുക്ക് തന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ 10,000, അതേപോലെ ഡയറക്റ്റ് ലേബർ 24,750, പവർ 1,400, മിസ്ലേനിയസ് സപ്ലൈ 4,300, ജാർസ് 6,000. ഫിക്സഡ് എക്സ്പെൻസ് ഓഫ് മാനുഫാക്ചർ, സെല്ലിംഗ്, അഡ്മിനിസ്ട്രേഷൻ 79,550. ടോട്ടൽ വരുന്നത് എത്രയാണ്? ഇവിടെ 1,26,000 ആണ്. ഓക്കെ, ദി കമ്പനി ഹാസ് റിസീവ്ഡ് ആൻ ഓഫർ ഫോർ ദി എക്സ്പോർട്ട് അണ്ടർ ദി ഡിഫറെൻറ്റ് ബ്രാൻഡ് നെയിം ഓഫ് 1,20,000 ജാർസ് ഓഫ് സ്നോ അറ്റ് 10,000 ജാർസ് പെർ മന്ത് അറ്റ് ₹7.5. ഓക്കെ, അപ്പോൾ ഇവിടെ 10,000 ജാറ് പെർ മന്തിൻ്റെ അഡീഷണൽ ഓർഡർ, ഇവിടെ നമ്മൾ കാണിച്ചത് പെർ മന്ത് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇവിടെ 10,000 പെർ മന്ത് ജാറ് അഡീഷണൽ ഓർഡർ, പക്ഷേങ്കിൽ ഇവിടെ കോസ്റ്റ് ഇതിൻ്റെ പ്രൈസ് എത്രയാണ് അവർ പറയുന്നത്? 7.5 പറയുന്നത്. നമ്മൾ ശരിക്കും വിൽക്കുന്നത് എത്രക്കാണ്? 12.5 ആണ്. അപ്പോൾ അതിനേക്കാൾ റേറ്റ് കുറച്ചിട്ടാണ് നമുക്ക് ഓർഡർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ എന്ത് ചെയ്യണം? അഡീഷണൽ ഓർഡർ സ്വീകരിക്കണമോ സ്വീകരിക്കാതിരിക്കണമോ എന്നുള്ള തീരുമാനം എടുക്കണം. റൈറ്റ് എ ഷോർട്ട് റിപ്പോർട്ട് ഓൺ ദി അഡ്വൈസബിലിറ്റി ഓർ അതർവൈസ് ആക്സെപ്റ്റിംഗ് ഓഫർ എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ ഇത് സ്വീകരിക്കണമോ സ്വീകരിക്കാതിരിക്കണമോ എന്നുള്ള തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ തീരുമാനം എടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. പ്രസൻറ്റ് പൊസിഷൻ 10,000 ജാറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ടോട്ടൽ, അതായത് നിലവിലുള്ള 10,000 അഡീഷണൽ 10,000 വന്നാൽ ടോട്ടൽ ജാർ 20,000 ജാറാകും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, നിലവിലുള്ള സെയിൽസ് എത്രയാണ്? 1,25,000 ആണ്. നിലവിലുള്ള സെയിൽസ് വരുന്നത് 1,25,000 ആണ്. എങ്ങനെയാണ് കിട്ടുന്നത്? അതായത് നമ്മുടെ 10,000 ജാർസ് ആണ്, 12.5 ആണ് ഇതിൻ്റെ പെർ യൂണിറ്റ്, 12.5 ആണ്. ഓക്കെ, അപ്പോൾ 12.5 ഇൻറ്റു 10,000 കണ്ടു കഴിഞ്ഞാൽ 1,25,000 എന്ന് കിട്ടും. ഓക്കെ, അതാണ് സെയിൽസ് എത്ര കൊടുത്തത്? 1,25,000 എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള പൊസിഷനിൽ നമുക്ക് സെയിൽസ് വരുന്നത് എത്രയാണ്? 1,25,000 ആണ്. ഓക്കെ, ഇനി അത് 20,000 ജാറാകുമ്പോൾ ഇവിടെ 7.5ൻ്റെ ഒരു അഡീഷണൽ ഓർഡർ കിട്ടുന്നുണ്ട്. 7.5ൻ്റെ അഡീഷണൽ ഓർഡർ കിട്ടുന്നുണ്ട്. അപ്പോൾ 7.5 ആണ് അതിൻ്റെ പ്രൈസ്, ഇൻറ്റു 10,000 കാണണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 75,000 എന്ന് കിട്ടും. അപ്പോൾ ഈ 1,25,000 അതേപോലെ 75,000 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2 ലക്ഷം എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആ 2 ലക്ഷമാണ് ഇവിടെ നമ്മൾ സെയിൽസ് ആയിട്ട് കൊടുത്തത്. ഇനി ഇതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറക്കണം. വേരിയബിൾ കോസ്റ്റ് നമ്മുടെ പ്രസൻറ്റ് കണ്ടീഷനിൽ 10,000, 24,750, 1,400, 4,300, 6,000 ഇതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്ന കാര്യങ്ങളാണ്. ആ പ്രസൻറ്റ് കണ്ടീഷനിലെ ഐറ്റംസ് നമ്മളിവിടെ കൊടുക്കുന്നു. ഇനി അത് 20,000 ആയിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ഇതിൻ്റെ നേരെ ഡബിൾ ആകും എക്സ്പെൻസ്. കാരണം ഇത് വേരിയബിൾ എന്ന് പറയുമ്പോൾ മാറുന്നതിനനുസരിച്ച് മാറുന്നതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 10,000 എന്നുള്ളത് 20,000 ആയിട്ട് മാറും. 24,750 എന്ത് ചെയ്യും? 49,500 ആകും. 1,400 2,800 ആകും. 4,300 8,600 ആകും. 6,000 12,000 ആകും. അതിന് നേരെ ഡബിൾ ആകുന്നു കോസ്റ്റ്. അതായത് ഇവിടെ 10,000 എന്നുള്ള 20,000 ആയിട്ട് മാറ്റുമ്പോൾ അതിൻ്റെ ഇൻക്രീസ് അതിലും വരും, വേരിയബിളിലും വരും. ഓക്കെ, ഇനി ഇതിനെ ടോട്ടൽ ചെയ്യുന്നു, രണ്ടിനെയും വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ഈ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. ഇവിടെ രണ്ട് സൈഡിലും കോൺട്രിബ്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 78,550, 1,07,100. ഇതിൽ നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റിനെ മൈനസ് ചെയ്യുന്നു. ഫിക്സ്ഡ് കോസ്റ്റ് രണ്ടിലും സെയിം ആയിരിക്കും. കാരണം എന്താ? ഫിക്സ്ഡ് കോസ്റ്റിൽ മാറ്റം ഉണ്ടാകില്ല. അതായത് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ മാറിയാലും അല്ലെങ്കിൽ ലെവൽ ഓഫ് സെയിൽസ് മാറിയാലും നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ 79,550 തന്നെയാണ് രണ്ട് ഭാഗത്തും ഏത് വരുന്നത്? ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഫിറ്റ്, ഇവിടെ എന്താണ്? ലോസ് ആണ്, 1,000 ലോസ് ആണ്. ഇവിടെ പ്രോഫിറ്റ് 27,550 എന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് പുതിയ ഓഫർ ആക്സെപ്റ്റ് ചെയ്യണമോ ചെയ്യാതിരിക്കണമോ എന്നുള്ളതല്ലേ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ പുതിയ ഓഫർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രോഫിറ്റ് വരും? 27,550 വരും. ഇവിടെ ലോസ് ആയിരുന്നു, ഇവിടെ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് ലാഭമാണ്. അപ്പോൾ അത്തരത്തിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് ദി ഓഫർ ഫോർ എക്സ്പോർട്ട് ഓഫ് 10,000 ജാർസ് അറ്റ് ₹7.5 ഷുഡ് ബി ആക്സെപ്റ്റഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇതിൽ ആറാമത്തെ മറ്റൊരു പോയിന്റ് വരുന്നത് എന്താണ്? ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് ആണ്.
അതായത് സെല്ലിംഗ് പ്രൈസ് നോർമലി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? മാർക്കറ്റ് കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതർ എക്കണോമിക് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സെല്ലിംഗ് പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇവിടെ ഓരോ കേസിലായിട്ടാണ് പറയുന്നത്, 2-3 കേസായിട്ട്. അതിൽ ഒന്നാമതാണ് പ്രൈസിങ് അണ്ടർ നോർമൽ കണ്ടീഷൻ. സാധാരണ ഒരു നോർമൽ കണ്ടീഷനിൽ പ്രൈസിങ് നൽകും എങ്ങനെയാണ്? നമ്മൾ നമ്മുടെ കോസ്റ്റ് എത്രയാണോ ആ കോസ്റ്റിൻ്റെ കൂടെ ഒരു ഡിസൈഡ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു. അതായത് സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റും ഉണ്ടാവും. അതിൻ്റെ കൂടെ പ്രോഫിറ്റ് ഒരു നിശ്ചിത % പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ നോർമൽ കണ്ടീഷനിൽ സാധാരണ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ സെയിൽസിന് റവന്യൂ ബേസ് ചെയ്തുകൊണ്ടാണ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ, ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ പെർസെൻറ്റേജ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് വോളിയം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുക. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമിനേഷൻ ഒരു നോർമൽ കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ കോസ്റ്റ് പ്ലസ് എന്താണ് സെർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് ഡിസൈഡ് പ്രോഫിറ്റ് ആണ്. അത് ആഡ് ചെയ്തിട്ട് നമുക്ക് നോർമൽ കണ്ടീഷനിൽ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി സെല്ലിംഗ് പ്രൈസ് ബിലോ മാർജിനൽ കോസ്റ്റ്, ചില കേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ മാർജിനൽ കോസ്റ്റിന് താഴോട്ടേക്ക് പ്രൈസ് കൊണ്ടുകൊണ്ട് വരും. ഓക്കെ, അത് ഏതൊക്കെ കേസിലാണ്? ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രോഡക്റ്റ് ഇൻ ദി മാർക്കറ്റ്. പുതിയ പ്രോഡക്റ്റ് ആകുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കൺസ്യൂമേഴ്സിന് അവെയർ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഡക്റ്റ് വിറ്റഴിച്ച് പോകാൻ കുറച്ച് പ്രയാസമാണ്. ആ സമയത്ത് നമ്മൾ മാർജിനൽ കോസ്റ്റിനേക്കാളും താഴേക്ക് പോയിട്ട് പ്രൈസ് നിശ്ചയിക്കേണ്ടതായിട്ട് വരും. ഇനി അതേപോലെ രണ്ടാമത്തത് പോപ്പുലറൈസ് എ പ്രോഡക്റ്റ്. നമ്മുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്യണം? പോപ്പുലറൈസ് ആക്കണമെങ്കിലും. ഇനി മറ്റൊന്ന് ടു അവോയ്ഡ് ലോസ് ഫോർ ഫ്യൂച്ചർ സെയിൽസ്. ഭാവിയിൽ ഉണ്ടാകുന്ന സെയിൽസിൽ ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യും? കുറച്ചിട്ട് കസ്റ്റമേഴ്സിനെ പിടിക്കും. ദെൻ ടു സെൽ ഗുഡ്സ് ഫോർ പെരിഷബിൾ നേച്ചർ. പെരിഷബിൾ നേച്ചർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകുന്ന സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വില കുറച്ച് വെക്കും. ഇനി ടു പുഷപ്പ് ദി സെയിൽസ് ഓഫ് ജോയിൻ പ്രോഡക്റ്റ്. ചില ജോയിൻ പ്രോഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടി, അതായത് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ഇതിൻ്റെ കൂടെയുള്ള വേറെ പ്രോഡക്റ്റിൻ്റെ സെയിൽ ഇൻക്രീസ് ചെയ്യും. അതിനും വേണ്ടിയിട്ട് നമ്മൾ വില കുറച്ച് കൊടുക്കും, അതായത് മാർജിനൽ കോസ്റ്റിനേക്കാളും കുറച്ചിട്ട് കൊടുക്കും. ദെൻ ടു എലിമിനേറ്റ് ദി കോമ്പറ്റീറ്റർ ഫ്രം ദി മാർക്കറ്റ്. മാർക്കറ്റിൽ നിന്നും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ടു യൂട്ടിലൈസ് ഐഡിൽ കപ്പാസിറ്റി. നമ്മുടെ ഐഡിൽ കപ്പാസിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാർജിനൽ കോസ്റ്റിലേക്കാൾ കുറച്ചുകൊണ്ട് വില നിശ്ചയിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു കേസ് വരുന്നത് എന്താണ്? പ്രൈസിങ് അണ്ടർ സ്റ്റിഫ് കോമ്പറ്റീഷൻ ആണ്, അല്ലെങ്കിൽ ട്രേഡ് ഡിപ്രഷൻ. ട്രേഡ് ഡിപ്രഷനോ അല്ലെങ്കിൽ സ്റ്റിഫ് കോമ്പറ്റീഷനോ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടോട്ടൽ കോസ്റ്റിനേക്കാളും കുറവായിട്ട് നമ്മൾ പ്രൈസ് നിശ്ചയിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പ്രൊഡക്റ്റ് മേ ഹാവ് ടു ബി സോൾഡ് അറ്റ് എ പ്രൈസ് ബിലോ ദി ടോട്ടൽ കോസ്റ്റ്. അതായത് നമ്മളിവിടെ മാർജിനൽ കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക? പ്രൈസ് നിശ്ചയിക്കുക. അതായത് സാധാരണ ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടല്ലേ വരുന്നത്. ഇവിടെ നമ്മൾ മാർജിനൽ കോസ്റ്റ് കുറച്ച് ഫിക്സ്ഡ് കോസ്റ്റ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? പ്രൈസ് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 3 കേസിൽ, നോർമൽ കണ്ടീഷണൽ കേസിലും അതേപോലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ പ്രൈസ് നിശ്ചയിക്കുന്നത്, അതായത് മാർജിനൽ കോസ്റ്റിന് താഴോട്ട് പോകുന്നത്. ഇനി കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് പ്രൈസ് എങ്ങനെ നിശ്ചയിക്കും എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നത്. ജസ്റ്റ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വാച്ച് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. പ്രോബ്ലംസൊക്കെ വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.